ഗുജറാത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഈ മാസം 16-നാണ് ഗുജറാത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വെറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും ഉപരി വളരെ വാർത്താ പ്രാധാന്യം ഗുജറാത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുണ്ട്. കാരണം രാജ്യം ഭരിക്കുന്ന BJPയുടെ തട്ടകമാണ് ഗുജറാത്ത്. അതുമാത്രമല്ല, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകം കൂടിയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊരു രീതിയിലുമുള്ള സ്വാധീനം നിലവിൽ ഗുജറാത്തിലില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ചില പഞ്ചായത്തുകളിലെങ്കിലും ഭരണം പിടിക്കാനുള്ള വഴികളാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ തേടുന്നത്. എന്നാൽ നാൾക്കുനാൾ ഗുജറാത്തിൽ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കുകയും BJP വളരെയധികം കരുത്താർജിക്കുകയും ചെയ്യുകയാണ്. 70-ൽ-അധികം MLA-മാർ ഇതിനു മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും BJPക്ക് മുന്നിൽ കോൺഗ്രസ് കീഴടങ്ങി. നിയമസഭയിലേക്കുള്ള സീറ്റുകളുടെ എണ്ണം വെറും 17ആയി കുറഞ്ഞു. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം വന്നതോടെ പ്രതിപക്ഷ പാർട്ടികൾ വീണ്ടും രംഗത്തിറങ്ങി BJPയോട് നേർക്കുനേർ പോരാടുകയാണ്. ഒരു തിരിച്ചുവരവിനുള്ള വഴികളാണ് കോൺഗ്രസ് ഇവിടെ തേടുന്നത്. നേരിട്ട് ചെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലുള്ള വലിയ വേദികളിൽ BJPയുമായി മുട്ടുന്നതിനു പകരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പോലെ താരതമ്യേന ചെറിയ വേദികളിൽ BJPയുമായി പോരടിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇനി ചെയ്യേണ്ടത്. തകർന്നടിഞ്ഞ അവസ്ഥയിൽ നിന്ന് തിരിച്ചുവരവിനായി വേണ്ട സംഘടനാപരമായി ആദ്യം കരുത്താർജിക്കുക എന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി വലിയ തോൽവി ഏറ്റുവാങ്ങിയതോടെ ഗ്രാമങ്ങളിലും ചെറിയ പട്ടണങ്ങളിലുമുള്ള കോൺഗ്രസ് ലോക്കൽ ഓഫീസുകൾ അടച്ചുപൂട്ടി പാർട്ടി പ്രവർത്തകർ കോൺഗ്രസിനോട് തന്നെ ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു. അത്തരം ദുരവസ്ഥകളിൽ നിന്നുള്ള മോചനമാണ് 16-ാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതേസമയം തിരിച്ചുവരവിനുള്ള വഴികൾ ഏറെ ദുർഘടമാണെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പാർട്ടി ഒരുങ്ങിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പിൻവാങ്ങിയിരിക്കുകയാണ്. എതിരാളികൾ പിൻവാങ്ങിയതോടെ 215 സീറ്റുകളിലാണ് BJP സ്ഥാനാർത്ഥികൾ ഏകപക്ഷീയമായി വിജയിച്ചത്. 66 നഗരസഭകളിലേക്കടക്കം പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം കഴിഞ്ഞ ദിവസമായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പിൻവാങ്ങിയതിനാലാണ് മിക്കയിടത്തും BJP എതിരില്ലാതെ വിജയിക്കാനായത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏക കോർപ്പറേഷനായ ജുഡഗഡിൽ 9 സീറ്റുകളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ച് ഓടിയൊളിച്ചത്. ഇത് BJPക്ക് ഏകപക്ഷീയ വിജയമാണ് തളികയിൽ വെച്ച് നൽകിയിരിക്കുന്നത്. ആകെ 60 സീറ്റാണ് ഇവിടെയുള്ളത്. 4 നഗരസഭകളിൽ പകുതിയിലേറെ സീറ്റും BJP നേടിയതിനാൽ തെരഞ്ഞെടുപ്പിന് മുൻപേ BJP ഭരണം ഉറപ്പിച്ചിട്ടുണ്ട്. അതേസമയം BJP ഭരണസ്വാധീനം ഉപയോഗിച്ച് മത്സരം ഒഴിവാക്കുകയാണെന്ന് കോൺഗ്രസ് പാർട്ടി ആരോപിക്കുന്നുമുണ്ട്. ധരംപൂരിൽ തങ്ങളുടെ 5 സ്ഥാനാർത്ഥികളെ കാണാനില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. പത്രിക പിൻവലിക്കാൻ തയ്യാറാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന BJP പക്ഷേ പിൻവലിക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചവരെ തട്ടിക്കൊണ്ടുപോവുകയാണെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. എന്തായാലും നാമമാത്രമായ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന് വേണ്ടി ഇക്കുറി കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ശക്തി ക്ഷയിച്ചെങ്കിലും ഇപ്പോഴും പേരിന് ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിന് സ്വാധീനമുണ്ട്. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ തൊടാൻ BJP മടിക്കുന്നുമുണ്ട്. മറ്റിടങ്ങളിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ പലായനം ചെയ്യുമ്പോൾ വലിയ വിജയം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ BJP തുടങ്ങിക്കഴിഞ്ഞു.